ആ പള്ളിന്റെ പേര് മസ്ജിദ് ഷേഖിന് രണ്ട് പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണത്. ഇപ്പൊ പറഞ്ഞുതരാം. അടാ ഏതെങ്കിലും ഒരു വലിയ വണ്ടിക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ആൾക്കായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഇങ്ങനെ 5 ആളും 4 പൈസ നാന്തും പറഞ്ഞാൽ മതി. പടയങ്കിന്നാണ് എന്ന് പറഞ്ഞാല് പടയങ്കി റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഉഹദ് യുദ്ധത്തിന് വേണ്ടി പടയങ്കി അണിഞ്ഞ സ്ഥലമാണത്. പടയങ്കി എന്ന് എടുത്തു പറയാൻ, പടയങ്കി എന്നാൽ അറിയില്ലേ, യുദ്ധത്തിനാണ് പടയങ്കി എന്ന് എടുത്തു പറയാൻ കാരണം റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഇതിനു മുന്നേ പടയങ്കി അണിയുകയോ ഡയറക്റ്റ് യുദ്ധക്കളത്തിൽ ഇറങ്ങുകയോ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വന്തങ്ങൾ ആദ്യമായി പടയങ്കി അണിഞ്ഞ് ഡയറക്റ്റ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഉഹദ് യുദ്ധത്തിന് വേണ്ടിയാ. ഇതിനുവേണ്ടി റസൂലുള്ളാഹി സ്വന്തങ്ങൾ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം മദീന പള്ളിയുടെ പരിസരത്തു നിന്നും 1000-ഓളം വരുന്ന സ്വഹാബത്തിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഇവിടത്തേക്ക് പുറപ്പെട്ടു. ഇവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് 700 സ്വഹാബത്ത് മാത്രം. 300-ഓളം വരുന്ന മുനാഫിക്കങ്ങൾ വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞോടി. ഈ ബാക്കി വന്ന 700 സ്വഹാബത്തിനെയും കൊണ്ട് റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ വെച്ചാണ് വെള്ളിയാഴ്ചത്തെ അസർ, മഗ്രിബ്, ഇശ, ശനിയാഴ്ചത്തെ സുബ്ഹി 4 വക്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ നിസ്കരിക്കുന്ന ഇവിടെ വെച്ചിട്ടാ. ശനിയാഴ്ച സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമാണ് ഇവിടെ വെച്ച് ബാക്കി വന്ന 700 സഹാബത്തിനെ കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്നതും. നിങ്ങൾ ഇന്നലെ ഹംസത്തുൽ ഖറാർ തങ്ങളെ ഖബറിന്റെ അടുത്തൊക്കെ പോയില്ലേ, അവിടെ വെച്ച് യുദ്ധമുണ്ടാകുന്നതും. മസ്ജിദ് ഷേഖേനി എന്ന് പേര് വരാൻ കാരണം പ്രായമായി 2 ആളുകൾ താമസിച്ച സ്ഥല. നമ്മൾ പ്രായമുള്ള ഒരാൾക്ക് ഷേഖ് എന്ന് പറയും, 2 ആളായതുകൊണ്ട് മസ്ജിദ് ഷേഖേനി. ആ 2 പ്രായമുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് ഷേഖേനി എന്ന് പേര് വരാൻ കാരണം. അതേപോലെ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഓരോ സ്വഹാബത്തും ദുആ ചെയ്തിരുന്നു. അതിൽ ദുആ ചെയ്ത കൂട്ടത്തില് 2 സ്വഹാബത്ത് ദുആ ചെയ്തത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഉഹദിന് എന്താണോ സ്വഹാബത്ത് ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി അവർ ദുആ ചെയ്തിരുന്നു. ആ ദുആ ചെയ്ത കൂട്ടത്തിലാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്. ഇവർ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയുന്നു പറഞ്ഞു. ആദ്യം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്ക് നീ ശക്തനായ ഒരു ശത്രുവിനെ തരുകയും ആ ശത്രുവുമായി ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടലിൽ എനിക്ക് ആ ശത്രുവിനെ വധിക്കാനും കഴിയണേ എന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ആമീൻ പറഞ്ഞതിന് ശേഷമാണ് അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ എനിക്കും നീ ഉഹദിന്റെ രണാങ്കണത്തിൽ ശക്തനായ ഒരു ശത്രുവിനെ തരുകയും ആ ശത്രുവുമായി ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടലിൽ ഞാൻ ഷഹീദാവുകയും ചെയ്യണം. ഞാൻ ഷഹീദാകുന്ന സമയത്ത് എന്റെ അവയവങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരിക്കണേ ഞാൻ ഷഹീദാകുന്നത് എന്ന് ദുആ ചെയ്തു. ആമീൻ പറഞ്ഞതിന് ശേഷമാണ് അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ സഅദ് ബിൻ അബീ വഖാസ് ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എന്റെ അവയവങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ട നിലയിൽ ഷഹീദായിട്ട് നാളെ എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് എന്റെ റബ്ബിനോട് സാക്ഷി പറയണം, അല്ലാഹുവേ ഞാൻ ഷഹീദായതും എന്റെ ഈ അവയവങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടതും ദീനിനെ സംരക്ഷിക്കാനും എന്റെ റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് എന്റെ റബ്ബിനോട് സാക്ഷി പറയണം എന്ന് അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹു അൻഹു. ഈ ഒരു പള്ളിയുണ്ട്, അടുത്ത ഭാഗത്ത് ഒരു പള്ളിയുണ്ടാ. ഇതിന്റെ പേര് മസ്ജിദുൽ ഇസ്തിറാഹ, മസ്ജിദ് ബനി ഹാരിസ്, 2 പേരിൽ അറിയപ്പെടുന്ന പള്ളിയാ. ബനി ഹാരിസ്, ബനി ഹാഷിം എന്ന് പറഞ്ഞ കുറെ ഗോത്രയില്ലേ, ആ ബനി ഹാരിസ് ഗോത്രത്തിൽപ്പെട്ട ഗോത്രക്കാരെ വീടായിരുന്നു ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. ഇവിടെ റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ വിശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് വിശ്രമിച്ച പള്ളി എന്ന് പേര് വരാൻ കാരണം. പിന്നീട് റസൂലുള്ളാഹി സ്വന്തങ്ങൾ പല സന്ദർഭത്തിലും ഉഹദ് സന്ദർശിച്ച് തിരിച്ചു വരുമ്പം ഇതേ സ്ഥലത്ത് വന്ന് വിശ്രമിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഉഹദിലേക്ക് പുറപ്പെട്ടതും തിരിച്ചു വന്നതും ഈ വഴിയാ. പിന്നീട് പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഉഹദ് സന്ദർശിക്കുമ്പോൾ ഇത് വഴി തന്നെ തിരിച്ചു വന്നതും ഇവിടെ വന്ന് വിശ്രമിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വന്തങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഉഹദ് സന്ദർശിക്കും. കാണുന്നതാണ് ഫുൾ ഉഹദ് മല. നിലസ്ഥ പറഞ്ഞു തന്നിട്ടില്ലേ, ഏകദേശം 7-7.5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയും 350-400 മീറ്റർ ഏകദേശം ഹൈറ്റുമുള്ള മലയാണ് ഉഹദ് മല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, ഉഹദ് മലയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉഹദ് മല എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഉഹദ് മലയെ ഇഷ്ടം വെക്കണം. ഉഹദ് മല സ്വർഗത്തിൽപ്പെട്ട മലയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും ഉദാഹരണമായിട്ട് ഉപമയായി പറഞ്ഞിരുന്നത് ഉഹദ് മലയോളം എന്ന് ഉഹദ് മലയെ വർണ്ണിച്ചു പറയുമായിരുന്നു. ഉഹദിലെ 70 സ്വഹാബത്ത് ഷഹീദാവുകയും റസൂലുള്ളാഹിന്റെ മുൻപിൽ ഷഹീദാവുകയും ചെയ്ത സമയത്ത് ശത്രുക്കൾ കുഴിച്ചൊരു കുഴിയിൽ വീണു. ഈ കുഴിയിൽ നിന്നും റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കൂടി എടുത്തു ഓടുന്നത് ഈ മലന്റെ താഴ്വരയിലേക്കാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചു വെച്ച മല കൂടിയാണ് ഈ ഉഹദ് മല. ഉഹദ് മലന്റെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ കയറിയ സമയത്തായിരുന്നു മല ഇങ്ങനെ കിടുകിടാ കിടന്ന് വറച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മലയെ നിന്റെ മേലെ കയറിയത് ആരാന്നറിയോ? ഞാൻ നബിയാണ്, എന്റെ കൂടെ ഉള്ളത് ഒരു ഖലീഫയും 2 ശുഹദാക്കളുമാണ് എന്ന് പറഞ്ഞപ്പോൾ മല ഒന്നും കൂടി ശക്തമായി വറക്കാൻ തുടങ്ങി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാദം കൊണ്ട് ഒരു ചവിട്ടിയിട്ട് പറഞ്ഞു മലയെ അടങ്ങിയ മല എന്ന് പറഞ്ഞപ്പോഴാണ് മല അടങ്ങിയത്. അന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവർ 3 പേരാണ്. റസൂലുള്ളാഹി തങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചതാണ് അബൂബക്കർ ഖലീഫയും ഉമറും ഉസ്മാൻ ഇവർ 2 പേരും ശുഹദാക്കളായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രവചിക്കുന്നത് ഈ മലന്റെ മുകളിൽ വെച്ചിട്ടാ. ഈ ഇടത് ഭാഗത്ത് ആളുകൾ കയറി നിൽക്കുന്ന മലയാണ് നിങ്ങൾ വന്ന മല ജബലുർ റുമാത്ത്. റസൂലുള്ളാഹി തങ്ങൾ 50 വിദഗ്ധരായ 50 സ്വഹാബത്തിനെ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയാതെ ഇറങ്ങി വരരുത്. റസൂലുള്ളാഹിന്റെ നിർദ്ദേശം കിട്ടുന്നതിന് മുന്നേ 38ഓളം സ്വഹാബത്ത് ഇറങ്ങി വരികയും ബാക്കി 12 പേരുണ്ടായിരുന്നു. ആ 12 പേരെയാണ് അന്ന് ശത്രുവശത്തായിരുന്ന ഖാലിദ് വലീദും സംഘവും തിരിച്ചു വന്ന ആദ്യം തലയറുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വലിച്ചെറിയുന്നത് ഈ 12 സ്വഹാബത്തിൻ്റെതാ. ഉഹദിൽ ആദ്യം ഷഹീദായതും ഈ 12 പേരാ. ഇടത് ഭാഗത്തൂടെ ഒരു തോട് പോന്നാണ്ട, അടി കൂടെ ഒരു പുല്ലില്ലേ, തോട് എന്ന് പറഞ്ഞറിയില്ലേ. റസൂലുള്ളാഹി തങ്ങൾ 4 തോടിനെ മദീനയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 4 തോട് മദീനയിൽ നിന്നും ഒഴുകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലം. അതിൽപ്പെട്ട ഒരു തോടാണ് ഇത്. വാദി കനാത്ത്, വാദി അക്കീക്ക്, വാദി റന്നൂന, വാദി ബുത്ഹാൻ. 4 തോടുകളുണ്ട് മദീനയിൽ. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു 4 തോടും മദീനയിൽ നിന്നും ഒഴുകുന്നത് സ്വർഗത്തിലേക്കാണ് സഹാബ എന്ന് റസൂലുള്ളാഹി സ്വല്ലം. ആ ജബലുർ റുമാത്തിന്റെയും ആ പള്ളിന്റെ ഇടയിലാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും കൂടുതൽ സഹാബത്ത് ഷഹീദാകുന്നതും. എവിടെയാണോ സഹാബത്ത് ഷഹീദായത് അവിടെ തന്നെയാണ് മറവിയപ്പെട്ടത്. ഹംസത്തുൽ ഖറാർ തങ്ങൾ അടക്കം ഷഹീദാകുന്നത് ജബലുർ റുമാത്തിന്റെ നേരെ താഴ്വരയില്ല. പിന്നീട് വർഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തമായ മഴവെള്ളം വരികയും ഖബറുകൾ പൊട്ടി ശുഹദാക്കളെ ജനാസ പുറത്തു കാണാൻ തുടങ്ങിയപ്പം അവിടെ നിന്നും മാറ്റി മറവിയപ്പെട്ടു. ആ മാറ്റി മറവിയപ്പെട്ടതാണ് നിങ്ങൾ ഇന്നലെ പോയെടുത്ത് കണ്ട് ഹംസത്തുൽ ഖറാർ തങ്ങൾ അടക്കമുള്ള മുഹാജിരികളും 64 അൻസാരികളും 6 മുഹാജിരികളും 70 സ്വഹാബത്തിന്റെ ഖബറും ഇന്ന് ഒരു സ്ഥലത്താണ്. അതിന്റെ 4 ഖബറാണ് പ്രത്യേകമായി മറവിയപ്പെട്ടിട്ടുണ്ടാകുക. ഒരു കല്ല് വെച്ചിട്ടുള്ള ഖബറില്ലേ, അതിന്റെ ഉള്ളിലാണ് ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ഖബറും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ ഖബറും അബ്ദുല്ലാഹി ബിൻ ജഅ്ശർ റളിയല്ലാഹുവിന്റെ ഖബർ, ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ, 4 മുഹാജിരികളുടെ ഖബർ അതിലുണ്ട്. ഈ ഉഹദിൽ ഷഹീദായതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി ഷഹീദായതും ഈ 4 മുഹാജിരികളാണ്. ഹംസത്തുൽ ഖറാർ തങ്ങളെ ചതിയിലൂടെയാണ് വധിക്കുന്നത്. അന്ന് അമ്പും വില്ലുമായി ഒരു ചാട്ടുള്ളിയായിരുന്നു അന്നത്തെ മെയിൻ ആയുധം. അന്ന് ചാട്ടുള്ളി എറിയുന്നതിൽ വിദഗ്ധനായ വഹ്ശിനോട് പറഞ്ഞു, വഹ്ശ് നീ ഹംസയെ കീഴ്പ്പെടുത്തി തരണം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ പെണ്ണിന്റെ അടിമയാണ് വഹ്ശി. ഇന്ത്യ എന്ന് പറഞ്ഞ പെണ്ണ് ബദറിലേർ ഹംസത്തുൽ ഖറാർ തങ്ങളോട് പകവെച്ചതാ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചതിയിലൂടെ കീഴ്പ്പെടുത്തുന്നതും. കീഴ്പ്പെടുത്തിയതിന് ശേഷം അത്രമാത്രം ക്രൂരത ചെയ്തിരുന്നു. കണ്ണ് ചുവന്നെടുക്കുകയും കരള് ചവച്ചു തുപ്പുകയും തലയോട്ടി പള്ളർത്തി തലയോട്ടിയിൽ മദ്യം ഒഴിച്ചു കുടിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞ പെണ്ണ് കുടൽമാലിയെടുത്ത് മാലിയാക്കിയിട്ട് നൃത്തം ചവിട്ടി. അതുകൊണ്ടാണ് ഹംസത്തുൽ ഖറാർ തങ്ങൾ വധിച്ചത്. പിന്നീട് വഹ്ശി ഇസ്ലാമിലേക്ക് വന്നപ്പം റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, വഹ്ശ് നീ എന്റെ മുന്നിലേക്ക് വരരുത്, നിനക്ക് എങ്ങനെ എന്റെ ളാപ്പിയെ ഇത്രമാത്രം ക്രൂരമായി വധിക്കാൻ കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി തങ്ങൾ വഹ്ശിനോട് ചോദിക്കുമായിരുന്നു. അതേപോലെ തന്നെയാണ് മിസ്അബ് ബിൻ ഉമൈർ റസൂലുള്ളാഹിയായിട്ട് മുഖയാദൃശ്യമുള്ള സഹാബിയ. അതുകൊണ്ട് ശത്രുക്കൾ പല ഘട്ടത്തിലും പല സന്ദർഭത്തിലും ആക്രമിച്ചത് മിസ്അബ് ബിൻ ഉമൈറിനെ. അതുകൊണ്ടാണ് മിസ്അബ് ബിൻ ഉമൈർ ഷഹീദായ സമയത്ത് ശത്രുക്കൾ ഒന്നടക്കം വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞങ്ങൾ മുഹമ്മദിനെ വധിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വിളിച്ചു പറഞ്ഞ സമയത്താണ് അവിടെ നിന്നും സഹാബത്തൊക്കെ ഭയപ്പെടുകയും ശത്രുക്കളൊക്കെ സന്തോഷിക്കുകയും ചെയ്തു. ഈ സന്തോഷിച്ച സമയത്താണ് യുദ്ധക്കളത്തിൽ നിന്നും റസൂലുള്ളാഹിനെ സ്വഹാബത്തൊക്കെ കൂടി എടുത്തു ഓടുന്നത് ഈ മലന്റെ താഴ്വരയിലേക്കാണ്. ആളുകൾ കയറാൻ നിൽക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പൊത്തുണ്ട്. ആ പൊത്തിന്റെ ഉള്ളിലാണ് ഉഹദിൽ ഷഹീദായപ്പോൾ റസൂലുള്ളാഹിന് മുമ്പിലൊക്കെ ഷഹീദായില്ലേ, ആ യുദ്ധക്കളത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ സ്വഹാബത്തൊക്കെ കൂടി എടുത്തു ഓടിയിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നിരുത്തുന്നത് ഈ പൊത്തിന്റെ ഉള്ളിലാണ്. ഈ പൊത്തിന്റെ ഉള്ളിൽ ഇരുത്തിയതിന് ശേഷം ശത്രുക്കൾ പിന്നീട് ഈ ഭാഗത്തേക്ക് വന്നു. ഈ ഭാഗത്തേക്ക് വന്നപ്പം ഇവിടെ സുരക്ഷിതമല്ല എന്ന് കണ്ടു. കാരണം ശത്രുക്കൾ അവിടുന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ എന്ന്. ആ മുഹമ്മദ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ സുരക്ഷിതമല്ല എന്ന് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു പാറ ഉണ്ട്, ആ പാറയിൽ വെച്ച് ദുആ ചെയ്ത സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും. ഇതിന്റെ നേരെ മേലുണ്ട് ഒരു മല പിളർന്നിട്ടുണ്ട്, ഞാനിപ്പോ കാണിച്ചു തരും. ആ മിറന്ന ഭാഗത്തേക്ക് റസൂലുള്ളാഹിക്ക് പോകണം. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശത്രുക്കൾ പിടിക്കപ്പെടും. ഈ സമയത്താണ് റസൂലുള്ളാഹിനോട് തൽഹാറുമാൻ പറഞ്ഞു, റസൂലേ നിങ്ങൾ എന്റെ 2 തോളോട് മാറും നിങ്ങൾ എനിക്ക് ചേർന്ന് നിൽക്കണം. ശത്രുക്കൾ എത്രത്തോളം അമ്പെയ്ത് വിട്ടാലും എന്റെ ശരീരത്തിൽ തറച്ചുകൊള്ളും. ഞാൻ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു അമ്പ് പോലും തറക്കാൻ പോടില്ല എന്നിട്ട് റസൂലുള്ളാഹിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് മേലെ പൊത്തിന്റെ ഭാഗത്തേക്ക് ഓടി. അവിടെ എത്തുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ 80ഓളം അമ്പുകൾ തറച്ച് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബ ഒരു രക്തമൊലിക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്റെ ത്വലഹയിലേക്ക് നോക്കിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ത്വലഹയാണ്?
ഏത് തൊലഹയാണ്? അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട തൊലഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് നിങ്ങളുടെ ദിവസമാണ്, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി ഇരുത്തി. പിന്നീട് ശത്രുക്കൾ പോയി റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കൊക്കെ ചെയ്യുന്നത് ആ മലന്റെ താഴ്വരയിൽ വെച്ചിട്ടാണ്. ശത്രുക്കളൊക്കെ ആക്രമിച്ചു പിന്തിരിഞ്ഞു പോയി. ഈ സമയത്ത് റസൂലുള്ളാഹിക്ക് കുടിവെള്ളം വേണം. കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ നാനാഭാഗത്തും ഓടുകയാണ്. മിഹ്റാസ് നദി മലന്റെ താഴ്വരയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴ പെയ്താലും വെള്ളം കെട്ടി കിടക്കൂല. അതുപോലെ ഒരു വെള്ളക്കെട്ടിൽ നിന്നും റസൂലുള്ളാഹിക്ക് അലി റളിയല്ലാഹു വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ വെള്ളം കുടിച്ചില്ല. കാരണം ആ വെള്ളത്തിന് സ്മെല്ല് വ്യത്യാസം ഉണ്ടായിരുന്നു, കെട്ടിക്കിടന്ന വെള്ളം. ആ വെള്ളം വാങ്ങിയിട്ട് ഫാത്തിമ ബീവി റസൂലുള്ളാഹിന് മുറിവുകളൊക്കെ കഴുകി കൊടുക്കുകയും റസൂലുള്ളാഹിക്ക് വേണ്ടുന്ന ഹിദ്മത്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് മേലത്തെ പൊത്തിൽ വെച്ചിട്ടാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ദുഹറിനെ അസറിലേക്ക് ജമ്മാക്കിയിരുന്നു. അവിടെ ഉണ്ട് ഒരു പള്ളി, ഒരു പള്ളിന്റെ മേൽക്കൂരുണ്ട്. ഞാൻ കാണിച്ചു തരാം. മസ്ജിദുൽ ഫസഹ് എന്ന പള്ളിന്റെ പേര്. എന്തേ ഫസഹ് എന്ന പേര് വരാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ സഹാബത്തും റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി തിക്കുന്നിരക്കുണ്ടാക്കി. ഈ സമയത്താണ് ഇവിടെ ഖുർആൻ ഇറങ്ങുന്നത്. സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫസ്ഫഹൂ യഫ്സഹില്ലാഹു ലക്കും. സഹാബ, നിങ്ങൾ ഒരു സദസ്സിലോ ഒരു മജ്ലിസിലോ ഇരിക്കാമെങ്കിൽ മജ്ലിസിൽ നിന്ന് വേക്കുന്ന വേറെ ആൾ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൂപ്പം കയറിക്കും. ഇറങ്ങാതെ കയറാൻ പറ്റൂലല്ലോ. ഫസ്റ്റ് ഉള്ളവർ ഇങ്ങോട്ട് ഇറങ്ങി പോകാം, എന്നാലേ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയും. ഉള്ളിൽ കൂടെ പോയിട്ട് ജമ്മും കസറാത്ത് നിസ്കരിച്ച ഇത് എടുത്തു പാത്തണ്ട ഈ പള്ളി അതാ അതിൻ്റെ ഉള്ളിൽ വർക്ക് കിടക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി. ഇതിപ്പോ പണി വൃത്തിയാക്കുന്നതിന്റെ മുന്നേ ഉള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ കൊടുത്തിട്ടാ ഈ കൊടുത്തിട്ടുള്ളത്. മദീനയിലേക്ക് ആദ്യം ഹിജ്റ സംഘത്തെ റസൂലുള്ളാഹിന്റെ സന്ദേശം മദീനയിൽ എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് മിസ്അബ് നുമൈറിനെയായിരുന്നു. മിസ്അബ് നുമൈർ മക്കക്കാരനാണ്, ചെറുപ്പക്കാരനാണ്, വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സ്വഹാബിയായിരുന്നു. റസൂലുള്ളാഹിയായിട്ട് മുഖയാദൃശ്യമുള്ള സഹാബിയായിരുന്നു. മിസ്അബ് നുമൈർ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട മിസ്അബ് നുമൈറിനോട് പറഞ്ഞു, മിസ്അബ് നുമൈർ, ഈ മുഹമ്മദിന്റെ ആളുകളെ കൂടെ കൂടി മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സമ്പത്തിലൊന്നും അവകാശം തരൂല നിനക്ക് എന്ന് പറഞ്ഞു. കാരണം വലിയ സമ്പന്നനാ. അന്നത്തെ കാലത്ത് വില കൂടിയ അത്തറും വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നത്. മിസ്അബ് നുമൈർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി. കാരണം അത്രയും വില കൂടിയ സുഗന്ധങ്ങളും വസ്ത്രങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. മിസ്അബ് നുമൈറിനോട് പറഞ്ഞപ്പോൾ മിസ്അബ് നുമൈർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ സമ്പത്തോ മുതലോ വേണ്ട, ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ എന്നാൽ വീട് വിട്ടിറങ്ങണം എന്നാണ്. അങ്ങനെയാണ് വീട് വിട്ടിറങ്ങുന്നതും റസൂലുള്ളാഹിന്റെ കൂടെ കൂടുന്നതും. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിൽ വന്ന് റസൂലുള്ളാഹി മിസ്അബ് നുമൈർ കാരണമാണ് മദീനക്കാർക്ക് റസൂലുള്ളാഹിനോട് ഇത്രമാത്രം ഇഷ്ടമുണ്ടാകാൻ കാരണം. അതുകൊണ്ടാണ് മിസ്അബ് നുമൈർ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ ഉഹദിന്റെ പതാക കൊടുത്തത്. പതാകയുമേന്തി പോകുന്ന മിസ്അബ് നുമൈറിന്റെ വലത് കൈ ശത്രുക്കൾ ആദ്യം വെട്ടി. ആ സമയത്താണ് മിസ്അബ് നുമൈർ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ക്രൂരമായി ഷഹീദായി എന്നല്ലേ. ഉഹദിൽ മിസ്അബ് നുമൈറിനെ ഇത്രമാത്രം ക്രൂരമായി വധിക്കാൻ, ശത്രുക്കൾ ആക്രമിക്കാനും വധിക്കാനും കാരണം റസൂലാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വലത് കൈ വെട്ടിയപ്പം പറഞ്ഞു, ഈ പതാക എന്റെ കയ്യിൽ തന്നത് എന്റെ റസൂലാ, ഞാനിത് തറയിലിടാൻ വിടൂല എന്ന് പറഞ്ഞ് ഇടത് കൈയിലേക്ക് പിടിച്ചു. ഇടത് കൈയും വെട്ടിക്കളഞ്ഞ്
ഷഹീദാകുന്ന സമയത്തും ഇസ്ലാമിന്റെ പതാക മാറോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഷഹീദാകുന്നത് എന്നാ. ഇസ്അബിന് മേർലാൻ ഉഹദിൽ നടന്നു പോകുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് സങ്കടം വന്നിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്താണ് പെട്ടെന്ന് സങ്കടം വന്നത്? മിസ്അബി റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, എന്റെ മിസ്അബിന് മേർ നടന്നു പോകുന്ന കണ്ടിട്ടാണ് എന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ മിസ്കീനായതാണ്. കാരണം മിസ്അബിന് മേർലാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തത് 50ഓളം വരുന്ന സ്ഥലത്ത് തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിച്ചിട്ടാണ്. സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ മിസ്അബിന് മേർ ഷഹീദായിട്ടുണ്ട്, കഫൻ ചെയ്യാൻ തുണി തയ്യുന്നില്ല, കാല് മറിച്ചാൽ തലമറിയുന്നില്ല, തലമറിച്ചാൽ കാലും മറിയുന്നില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലം ഒരു പുല്ല് പറിച്ചു കൊടുത്തിട്ട് ആ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് മിസ്അബിന് മേറിനെ കഫൻ ചെയ്തത് എന്നാണ്. കാരണം അതിന് അപ്പുറം ഒരാൾ മിസ്കീനാകാൻ വേണ്ടി, കാരണം മിസ്കീനാകാനില്ല, കഫൻ തുണി പോലും തയ്ഞ്ഞിട്ടാണ്. അത്രമാത്രം ക്രൂരമായിട്ടായിരുന്നു ഉഹദിൽ ഷഹീദാവുകയും ചെയ്തത്. അതേപോലെ തന്നെയാണ് ഉഹദിൽ ഒരു യഹൂദി ഷഹീദാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശനിയാഴ്ചയാണ് യുദ്ധം നടക്കുന്നത്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലം ജൂതന്മാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. മദീനയിൽ ആരെങ്കിലും റസൂലുള്ളാഹിനെയും കുട്ടിയെയും ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം അവർക്ക് വാക്കുകൊടുത്തു. അവർ തിരിച്ച് റസൂലുള്ളാഹിക്കും വാക്കുകൊടുത്തു, റസൂലെ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാകും. പക്ഷേ ശനിയാഴ്ച എൻ്റെ പേരും പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചമാതിരി ജൂതന്മാർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്, നമ്മൾ ഇന്ന് യുദ്ധത്തിന് ഇറങ്ങൂല എന്ന് ആര് പറഞ്ഞു? ജൂതന്മാർ പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ജൂതൻ പറഞ്ഞത്, യുദ്ധത്തിന് ഇറങ്ങും ശനിയും ഞായറും. നമ്മൾ പറയില്ലേ ശനിയും ഞായറും നോക്കിയെന്ന കാര്യം നടക്കൂല, അവർ വന്നപ്പോഴത്തേക്ക് റസൂലുള്ളാഹിനെ ആക്രമിച്ചു പോകുന്നല്ലേ. ഈ ഒരു ജൂതൻ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജൂതൻ റസൂലുള്ളാഹിനെ സഹായിക്കാൻ ഇറങ്ങി. ഈ ജൂതൻ സഹായിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ എല്ലാ ജൂതന്മാരും ഈ ഒരു ജൂതനെതിരെ തിരിഞ്ഞു. അപ്പോഴാണ് ഈ ജൂതൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിന്നതിന്റെ പേരിൽ എൻ്റെ ആളുകൾ തന്നെ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ ആക്രമിക്കപ്പെട്ടാൽ എൻ്റെ സമ്പത്തൊന്നും ഞാൻ അവർക്ക് കൊടുക്കൂല. എൻ്റെ പേരിൽ 7 ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. 7 ഈത്തപ്പന തോട്ടങ്ങൾ ഞാൻ റസൂലുള്ളാഹിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് വസിയത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഏതോ ഷഹാദത്ത് കലിമ ചെല്ലുന്ന യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നത്. മിനിറ്റുകൾക്കകം യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദാകുകയും ചെയ്തു. ഒരു ഇബാദത്ത് പോലും എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിനു മുന്നേ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട് റസൂലുള്ളാഹിനെ വിശ്വസിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ ഷഹാദത്ത് ഷഹീദിന്റെ കൂലി കിട്ടിയ സഹാബിയായിരുന്നു. ഒരു അൻസാരിയായ ജൂതനായിരുന്നു സഹാബി. 64 അൻസാരികളുടെ കൂട്ടത്തിൽ ഈ ഒരു ജൂതനായ യുദ്ധക്കളത്തിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ സഹാബി ഉണ്ടായിരുന്നു. നമ്മൾ മക്കത്തും മദീനത്തും നിങ്ങൾ പോയപ്പോ ജനാസ പോകുമ്പോ മയ്യത്ത് പോകുമ്പോ അതിന്റെ വേക്കിൽ തന്നെ ആളുകൾ ഓടുന്നുണ്ടല്ലേ. നിങ്ങൾ നാട്ടിൽ എന്താ പോവുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും വേഗം പോയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഞാൻ ഒന്ന് തല കാണിച്ചിട്ട് വരട്ടെ എന്നറിയാം. മരിച്ചവർക്ക് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, ഒരാൾ മരണവിവരം അറിഞ്ഞാൽ ആ മരണവിവരം അറിഞ്ഞത് മുതൽ ആ വീട്ടിൽ പോയി മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ അതിന്റെ കൂടെ അനുഗമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, റസൂലേ ഒരു കിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ മലയായ ഉഹദ് മലയാണ് ഒരു കിറാത്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ മയ്യത്തിനെ പള്ളിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് വരെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ കിറാത്ത് താനി കിറാത്ത് 2 കിറാത്ത് പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് 2 ഉഹദ് മലയോളം പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയായിരുന്നു ഉപമയായി പറഞ്ഞിരുന്നത്. എന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു പേന കൊടുത്താൽ ഒരു ഉഹദ് മല കൊടുത്ത പോലെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേന കൊടുത്താൽ നമ്മൾ പള്ളിക്കും മദ്രസക്കൊക്കെ ഒരു കല്ല്, ഒരു ചാക്ക് സിമെന്റ്, ഒരു കല്ലെല്ലാം കൊടുക്കുന്നില്ലേ, ഒരു പേന കൊടുത്താൽ ഒരു ഉഹദ് മല കൊടുത്ത പോലെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടാ, ഇതിന്റെ ഉള്ളിൽ ഒരു കിണറുണ്ട്. വഖഫ് ബിർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എഴുതിയിട്ടതാ. ഉസ്മാൻ നിങ്ങൾ വഖഫ് ചെയ്യപ്പെട്ട കിണർ എന്നാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു കിണറുണ്ട്. ഇത് റോമ എന്ന് പറയുന്ന ഒരു ജൂതന്റെ കിണറായിരുന്നു. മദീനയിൽ അന്ന് ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുകളിൽ അപൂർവം കിണറുകളിൽപ്പെട്ട ഒരു കിണറായിരുന്നു ഈ കിണർ. ഈ പ്രദേശവാസികളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ജൂതന്റെ കിണറിലെ വെള്ളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മദീനയിൽ വരുമ്പോൾ 4 പ്രമുഖ ജൂതഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ജൂതഗോത്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വന്നു. മറ്റു ജൂതന്മാരും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പം ഈ ജൂതൻ പറഞ്ഞു, ആര് മുസ്ലിം ആകുന്നുണ്ടോ, ആര് മുഹമ്മദിന്റെ കൂടെ കൂടുന്നുണ്ടോ അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കൂലാൻ തീരുമാനിച്ചു. വെള്ളം വേണമെങ്കിൽ ജൂതന്റെ കയ്യിലൊന്നും വലിയ പൈസ കൊടുത്ത് വാങ്ങണം. അങ്ങനെ സഹാബത്ത് പോയിട്ട് റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, റസൂലേ ഞങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിലും റസൂലുള്ളാഹിനെ അംഗീകരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ വെള്ളം നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട പ്രയാസത്തിലൊക്കെയാണത്. അങ്ങനെ ഇപ്പോഴാണ് ദജ്ജാൽ എന്ത് ചെയ്യാ, നമ്മൾ ദൂരമുള്ള ഒരു സാധനം കാണാൻ വേണ്ടി ഹൈറ്റുള്ള മലന്റെ മേൽ കയറൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ ഒരു ഉയരം കൂടിയ മലന്റെ മുകളിൽ കയറി എന്നിട്ട് ചോദിക്കും, ഇതാരതാണ് ഈ വെള്ളക്കൊട്ടായം എന്ന് ചോദിക്കുന്ന അമയാനി മലാന. ആരും മറുപടി കൊടുക്കൂല. ദജ്ജാൽ തന്നെ പറയും, എനിക്കറിയാം നിങ്ങളാരും മറുപടി
ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഈ മലന്റെ താഴെ വരെ ഹറമിന്റെ അതിർത്തിയാ. അല്ലല്ല, മേലെ രാജാവിന്റെ കൊട്ടാര. വണ്ടി ഇവിടെ ഇതിന് നേരെ മുന്നിൽ നിർത്താൻ പറ്റില്ല, കുറച്ചപ്പുറം കൊണ്ടുപോയി നിർത്തുക, നടന്ന് വരിക. ഖുർആൻ വാങ്ങുമ്പോൾ എല്ലാവരും മുഖമുള്ളവർ വാങ്ങുക, ഇല്ലാത്തവർ അപ്പുറം ഇപ്പുറം വാങ്ങുക. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കുറച്ച് ഖുർആൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ല. ഈ ലൈനുണ്ടാ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലൈനായിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഏതായി കണ്ണടക്കാരൊക്കെ يلا يا حجي شبك شبك مانجو 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 يا حجي يلا هندي 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 يلا بسيط 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 هذا اللي لازم هذا اللي بيجرب هو بينضرب طب جيبسي ويمسك جيبسي موجود ويمسك لما يجلس يمسك ما بيقدر فيه هذا يمسك ياخذ فيه موجود ₹3000
മൂന്ന് കഷ്ണമായി. മറ്റൊന്ന് ഭക്ഷണത്തിന് ബർക്കത്ത് ചെയ്തതാ. കിടങ്ങ് കയറുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വസ്ത്രം മാറി. ഇപ്പൊ 2 കല്ല് കണ്ടിട്ടാണ് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചത്, റസൂലേ ഞങ്ങളൊക്കെ ഒരു കല്ലാണല്ലോ വെച്ച് കെട്ടിയത്, റസൂലുള്ളാഹിന്റെ വയറ്റത്തെന്ത് 2 കല്ലിന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. ഇത് കേട്ടപ്പോഴാണ് ജാബിർ റസൂലുള്ളാഹിനോട് വന്ന, റസൂലേ എൻ്റെ അടുത്ത് ഒരു ആട്ടുംകുട്ടിയുണ്ട്, ഞാൻ അതിനെ അടുത്ത് ഭക്ഷണം പാകം ചെയ്യട്ടെ, റസൂലുള്ളാഹി തങ്ങൾ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വരുവാൻ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഭക്ഷണം പാകം ചെയ്യുക, എന്നിട്ട് ആ പാത്രത്തിന്റെ അടപ്പ് തുറക്കരുത്, ഞാൻ വന്നതിന്റെ ശേഷം തുറക്കാമെന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ എല്ലാ സഹാബത്തിനോടും പറഞ്ഞു ഭക്ഷണം ജാബിറുള്ളാഹിന്റെ വീട്ടിലുണ്ട്, എല്ലാവരും അങ്ങോട്ട് വരണം എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ജാബിറുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പാത്രത്തിന്റെ അടപ്പ് തുറന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കി എന്ന് പറയുന്നില്ല. ഈ അടുത്ത ഭാഗത്ത് പള്ളിയതാ, ഇത് ജാബിറുള്ളാഹിന്റെ വീടുണ്ടായ സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഉണ്ടാകുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയായി. 1000-ന് മേലെ 3000-ഓളം സഹാബത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ഉമ്മതിയിലുണ്ടായിരുന്നു. ആ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് റസൂലുള്ളാഹിന്റെ ഉമ്മതിയിലോട് കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയായി. ഇവിടെ ഒരു മലയുണ്ട്, സിൽഹമല. റസൂലുള്ളാഹി തങ്ങൾ ഖന്തഖ് യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ മദീനയെ ഉപരോധിച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ കഴിഞ്ഞിരുന്നത് ഈ മലന്റെ മുകളിലാണ്. പിന്നീട് റസൂലുള്ളാഹി ഒരു ദിവസം മദീനയിൽ എവിടെയും തെരഞ്ഞിട്ട് കാണുന്നില്ല. സഹാബത്ത് പല വഴിക്കും അന്വേഷിച്ചു, കാണുന്നില്ല. റസൂലുള്ളാഹിനോട് പോയിട്ട് ചോദിച്ചു, ആയിഷാ ബീവിയോട് പോയി ചോദിച്ചു, റസൂലുള്ളാഹിനെ എവിടെയും കാണുന്നില്ല, എവിടെ ഉണ്ടാവും? ആയിഷാ ബീവി പറഞ്ഞു നിങ്ങൾ സിൽഹമലയുടെ മുകളിൽ ഇന്ന പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി തെരഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നു. അത് പ്രകാരം റസൂലുള്ളാഹിനെ തെരഞ്ഞു വന്ന് സഹാബത്ത് തെരഞ്ഞു വന്നപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടെത്തി മലന്റെ മുകളിലാണ്. കണ്ടെത്തുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലായിരുന്നു. സുജൂദിൽ നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ഇപ്പോഴെഴുന്നേക്കും എഴുതിയിട്ട് സഹാബത്ത് കുറേ സമയം നിന്ന് എഴുന്നേൽക്കുന്നില്ല. സഹാബത്ത് ഭയപ്പെട്ടു പോയി, റസൂലുള്ളാഹിക്ക് എന്തോ സംഭവിച്ചോ. റസൂലുള്ളാഹിനെ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹാബ എന്റെ അടുത്ത് 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, ഞാൻ അള്ളാഹ്ക്ക് ശുക്റിന്റെ സുജൂദിലാണ്. എന്താണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒരു തവണ വന്നിട്ട് ചോദിച്ചു, റസൂലേ അങ്ങയുടെ ഉമ്മത്ത് വലിയ പ്രതിസന്ധിയിലാണ്, ഈ പ്രയാസത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഅലം വ ജിബ്രീലുഹു. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും അള്ളാഹിന്റെ അടുത്ത് പോയി തിരിച്ചു വന്നിട്ടാണ് പറയുന്നത്, റസൂലേ അങ്ങ് പ്രയാസപ്പെടേണ്ട, അങ്ങയുടെ ഉമ്മത്തിനാണ് വിജയം, അള്ളാഹു നിങ്ങളെ ഉമ്മത്തിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലേക്ക് വീണു. ആ സുജൂദിൽ വീണ സ്ഥലമാണ് ആ ആളുകൾ മേലെ കയറി നിൽക്കുന്ന സ്ഥലം. കണ്ട റാർ സജദ എന്നാണ് ആ സ്ഥലത്തിന് പറയാ. അതിന്റെ നേരെ മേൽഭാഗം കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്ത സമയത്ത് ആ പാറയിൽ നിന്നും ഉറവ് വന്നിരുന്നു. ആ ഉറവ വന്ന സ്ഥലം അതിന്റെ കുറച്ച് മുകളിലായിട്ടുണ്ട്. കേറാൻ കഴിയുന്നവർക്ക് കേറാം, ആട്ടൊന്ന് തിരിച്ചിറങ്ങിയ. حميد مجيد اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم وترحم على سيدنا محمد وعلى آل سيدنا محمد كما ترحمت على سيدنا എടേ ഓറോ തന്നെ ഒരു പള്ളിയുണ്ട്, അതുകൊണ്ട് സുഖിയ കിണർ എന്ന് പേര് വന്നു. സുഖിയ കൊടുത്ത വീട് കണ്ട മതിൽക്കെട്ടിന്റെ ഉള്ളോട്ടെ
ഇതാണ് തുർക്കിയുള്ള റെയിൽവേ സ്റ്റേഷൻ. പണ്ട് തുർക്കിയുള്ള ഭരണകാലം ഉണ്ടായിരുന്നല്ലേ, അവരുടെ കാലത്തുണ്ടായ റെയിൽവേ സ്റ്റേഷനാണ് തുർക്കി റെയിൽവേ സ്റ്റേഷൻ. ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഫുൾ അവരെ പഴയ ബാക്കിയാണ് നമ്മൾ നാട്ടു ബ്രിട്ടീഷുകാരുമാരി ഉണ്ടായ വന്നിട്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 കിണറിൽപ്പെട്ട ഒരു കിണർ, സുക്കിയ കിണറുള്ളതും ആ സുക്കിയ കിണറിൻ്റെ അടുത്തുള്ള സുക്കിയ പള്ളിയുള്ളത്. ആ സുക്കിയ പള്ളിയിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ മദീനക്കാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞു, എല്ലാ ആളുകളോടും പറഞ്ഞു യുദ്ധത്തിന് പെട്ടെന്ന് സജ്ജമാകണം. എല്ലാ ആളുകളും യുദ്ധത്തിന് സജ്ജമായി വന്നു. യുദ്ധത്തിന് പുറപ്പെടാൻ നോക്കുമ്പം എല്ലാവർക്കും എന്തില്ല, വസ്ത്രങ്ങളോ ഭക്ഷണങ്ങളോ ഇല്ല, വാഹനമായ ഒട്ടകോ കുതിരയില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്ന കണ്ടിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തത്, മദീനക്കാർക്ക് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും റസൂലുള്ളാഹി അവിടെ വെച്ചിട്ടാണ് ഓരോ ആളുകളെയും ഓരോ ചുമതലകൾ ഏൽപ്പിച്ച് യുദ്ധത്തിനുള്ള എല്ലാ ആളുകളെയും സജ്ജമാക്കുന്നത്. അവിടെ വെച്ച് യുദ്ധത്തിന് സജ്ജമാക്കി പുറപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ എത്തി. ഇടതുഭാഗത്ത് ഒരു പള്ളി ഉണ്ടാ, 2 മിനാറുള്ള പള്ളി ഉണ്ടാ, മസ്ജിദുൽ മിനാറത്തെ എന്ന 2 മിനാറുള്ള പള്ളിന്നാ. ഇവിടെ വെച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ 2 മരം ഉണ്ടായിരുന്നു. ഇവിടെ 2 മരത്തിന്റെ തണലിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വരുന്ന റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുന്ന സ്വഹാബത്തൊക്കെ കാണുന്ന റസൂലുള്ളാഹി വരുമ്പം എല്ലാവരും മൂക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ എല്ലാവരും മൂക്ക് പിടിച്ചത്? അവർ പറഞ്ഞു, റസൂലെ ഇവിടെ ഒരു ആട് ചത്തിട്ടുണ്ട്, അതിന്റെ നാറ്റംകാരൻ നമ്മൾ മൂക്ക് പിടിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങളെ ആടിന്റെ അടുത്ത് പോയിട്ട് ആ ആടിന്റെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, സഹാബ നിങ്ങൾ ഈ ആടിന് എത്ര വില കൊടുത്തു വാങ്ങും? അവർ പറഞ്ഞു, ഇല്ല റസൂലെ, നമ്മളൊരു ദീനാർ പോലും കൊടുത്തു വാങ്ങൂല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബ ഇതാണ് ദുനിയാവ്. നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നതും ഈ ചീഞ്ഞു നാറിയ ആടിന് വേണ്ടി ചെലവഴിക്കുന്നതും ഒരുപോലെയാ. നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വഴിക്ക് ചെലവഴിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലം. അങ്ങനെ ചീഞ്ഞു നാറിയ ആടിനെ നമ്മൾ വാങ്ങിയോണ്ട് നമുക്ക് എന്തില്ല, ദുനിയാവിനൊരു ഉപകാരമില്ല, ആഖിറത്തിനൊരു ഉപകാരമില്ല. വലതുഭാഗത്ത് വന്ന വീട് കണ്ട ഹസൻ ഹുസൈനില്ലേ, അതിന് ഹുസൈനുള്ള മകള് ഫാത്തിമ ബീബിന്റെ വീടാണിത്. മണ്ണാണ്, മണ്ണ് പണ്ടത്തെ കാലത്ത്. തിരിച്ചു വരുമ്പോൾ കാണും നിങ്ങളെ ഭാഗത്തോട്ട്. ഇപ്പം കുന്ന് കണ്ടോ, ആ വെള്ളട്ടാങ്ക് കണ്ട, വെള്ളട്ടാങ്കിന്റെ നേരെ ബാക്കിലുണ്ട് ഒരു കിണർ പോലെ, ഒരു വട്ടക്കിണർ അല്ലേ. പണ്ടൊരു സഹാബി വ്യഭിചരിച്ചിട്ട് റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു, റസൂലെ ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എറിഞ്ഞു കൊല്ലാനുള്ള ശിക്ഷക്കുള്ള തെറ്റാണ് ഞാൻ ചെയ്തു പോയത്, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊന്നിന്റെ ശിക്ഷ നടപ്പാക്കി തരണേ എന്ന് റസൂലുള്ളാഹിനോട് വന്ന് കുറ്റം പേറ്റ് പറഞ്ഞൊരു സഹാബിയായിരുന്നു മായിസ് റളിയല്ലാഹു. ആ മായിസ് റളിയല്ലാഹു എറിഞ്ഞു കൊന്ന സ്ഥലമാണത്. അവർ ടാങ്കിന്റെ ബാക്കിൽ ഒരു കിണർ പോലെ അങ്ങനെ എറിഞ്ഞ് പല തവണ റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചയച്ചിരുന്നു. ഒരു തവണ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അന്ത തിശറബിയാമായി, നീ കള്ളു കുടിച്ചിനാ, ബോധത്തോടെയാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ഇല്ല റസൂലെ, ഞാൻ ബോധത്തോടെയാണ് പറയുന്നത്, തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, അല്ലാതെ റസൂൽ എനിക്ക് ശിക്ഷ നടപ്പാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി എറിഞ്ഞു കൊല്ലാണ്ട് തീരുമാനിച്ച് അവിടെ ഒന്ന് കയറി തുടങ്ങിയപ്പോൾ സഹാബി ഇറങ്ങി ഓടി. നേരെ മുന്നിൽ കാണുന്ന മല കണ്ട, ഈ മുന്നിൽ കാണുന്ന മലന്റെ താഴ്വരയിൽ വന്ന് വീണിട്ടാണ് എന്ത് ചെയ്തത്, ഷഹീദാകുന്നത്, ഈ മരണപ്പെടുന്നത് ഈ മലന്റെ താഴെ വെച്ചിട്ടാണ്. ശിക്ഷ പൂർത്തിയാക്കിയത് ഈ നേരെ മുന്നിൽ കാണുന്ന മലന്റെ താഴെ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ 4 തോടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വാദി അക്കീക്ക്, വാദി റന്നൂന എന്നൊക്കെ പറഞ്ഞേ, അതിൽപ്പെട്ട വാദി അക്കീക്കാണ് ഈ മുന്നിൽ കാണുന്നത്. നേരെ റോഡ് ക്രോസിൽ ഇങ്ങനെ പോകുന്നുണ്ട്, പാലത്തിന്റെ കൈവേലി കണ്ട, അതിൽ കൂടെ മുറിയത്തിലേറെ പോകുന്നുണ്ട് വാദി അക്കീക്ക്. ഇതിന് വാദി മുബാറക്ക് എന്നും പേരുണ്ട്, വറക്കത്താക്കപ്പെട്ട വാദിന. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വന്ന് നിസ്കരിക്കാൻ വേണ്ടി വഹിയുണ്ടായിരുന്നു. നിസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ഇതിന്റെ ബറക്കത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് വാദി മുബാറക്കാകുന്നത്. റസൂലുള്ളാഹിനെ ഖബറിൽ നടക്കാനുള്ള ഇടാനുള്ള മണ്ണ് കൊണ്ടുപോയതും ഈ വാദി മുബാറക്കിൽ നിന്നായിരുന്നു. അതിന് അത്രയും ബറക്കത്താക്കപ്പെട്ട വാദിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് 2 മകളാണുള്ളത്, അസ്മയും ആയിഷയും. അതിൽ അസ്മാ ബീബിന്റെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു. അവരെ വീടാണ് ഈ കാണുന്നത്. ഉണ്ടാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ മകനാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ആയിഷ ബീബി ആദ്യമായിട്ട് വിരുന്ന് വരുന്നത് ഇവിടെയാ. ആയിഷ ബീബി വിരുന്ന് വന്നപ്പം ആയിഷ ബീബി കരഞ്ഞൊരു കഥ പറയുന്നുണ്ട്.
ആയിഷ ബീബി ആ കരഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. സുലഭമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടായിരുന്നു ആയിഷ ബീബിയെ വിരുന്ന് വിളിച്ചത്. ആയിഷ ബീബി ഇവിടെ വന്നപ്പം ഈ ഭക്ഷണം കണ്ടിട്ട് കരഞ്ഞു. കരയുന്ന കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു റസൂൽ ആയിഷ ബീബിയോട് എന്തേ ഉമ്മ കരയുന്നു ചോദിച്ചപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്, എൻ്റെ റസൂലുള്ളാഹിക്ക് ഇതുവരെ ഇതേപോലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു. സുലഭമായി ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആയിഷ ബീബിയെ വിരുന്ന് വിളിക്കുന്നത്. ഭക്ഷണം കണ്ടിട്ട് കരഞ്ഞു. ആയിഷ ബീബിയിൽ നിന്ന് നേരിട്ട് ഹദീസ് പഠിച്ചൊരു പണ്ഡിതനാണ്. ഖുർആന്റെ 4 ഭാഗം എന്നും പാരായണം ചെയ്യും. എന്നും നോമ്പുകാരനായിരുന്നു. വാത്താകുന്നതും നോമ്പുകാരനായിട്ടാണ്. വാദി മുബാറക്ക് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നിസ്കരിച്ചതിന് ശേഷം ആയിഷ ബീബിയോട് പോയിട്ട് ഇതിന്റെ ബറക്കത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. അപ്പോഴാണ് ഇത് വാദി മുബാറക്കായത്. ഇത് കേട്ടപ്പോഴോ ആയിഷ ബീബി റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ ഇത്രയും ബറക്കത്താക്കപ്പെട്ട വാദിയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടത്തേക്ക് താമസം മാറിക്കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഞങ്ങളെ അൻസാരികളെ ആളുകൾ മുഹാജിരികളൊക്കെ ഞങ്ങളെ വീടിന്റെ പരിസരത്ത് താമസമാക്കിയില്ലേ, ഞങ്ങൾ താമസം മാറി വന്നാൽ അത് അവർക്കൊരു പ്രയാസമാകൂലേ എന്ന് കരുതിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസം മാറിയില്ല. പിന്നീട് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം കണ്ടമാനം സഹാബത്ത് ഈ പ്രദേശത്ത് വന്ന് താമസമാക്കിയിരുന്നു, ഈ വാദിയുടെ ബർക്കത്തിന് മനസ്സിലാക്കിക്കൊണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹറമിൽ വിരിക്കാനുള്ള പുല്ല് പോലും ശേഖരിച്ചിരുന്നത് ഈ വാദിയിൽ നിന്നാണെന്ന്. കാരണം അത്രയും ബർക്കത്താക്കപ്പെട്ട വാദിയാണ് വാദി മുബാറക്. ഒന്നും പറഞ്ഞ ഞാൻ കൊടുക്കുന്നത് ഞാൻ പഠിക്കാം, എനിക്ക് കൊടുക്കാം. എപ്പോ പോന്ന് അതിന് ഞാൻ ഇന്നലെ പറഞ്ഞിന് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിന്. അന്നേരം മുന്നേ അത്തിരി കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ 125 പറഞ്ഞു. 10 അങ്ങനെയാണെന്നൊന്നും പറഞ്ഞല്ലോ. ആയിക്കോട്ടെ ഇതാണ് എറിഞ്ഞു വന്ന സ്ഥലം. ഏറ്റവും തൂക്കം കൂടിയ തൗബ എൻ്റെ മായിസിൻ്റെ തൗബയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇവിടെ വെച്ച് എറിവ് തുടങ്ങി. ആ സഹാബി അപ്പുറത്തേക്ക് ഇറങ്ങി ഓടി. അവിടെ വെച്ച് വീണ്ടും എറിഞ്ഞു തുടങ്ങിയപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, റസൂലേ മായിസ് തൗബ ചെയ്തില്ലേ, ഇനി എറിയണ്ട ആലോചിച്ചപ്പോൾ മായിസ് അല്ലാഹു പറഞ്ഞു, ഇല്ല റസൂലേ, നിങ്ങൾ എന്നെ എറിഞ്ഞ് ശിക്ഷ നടപ്പാക്കി തരണം. എൻ്റെ തൗബ സ്വീകരിച്ചിനോ ഇല്ലയോ എന്നുള്ള അപ്പം അറിയാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ മഹ്ശറിൽ വെച്ചിട്ടാ. അപ്പം അങ്ങനെ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അള്ളാഹിന്റെ മുന്നിൽ ഒരു കുറ്റക്കാരായി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിക്ഷ നടപ്പാക്കണേ. അങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. ആ മല കണ്ട വലത്തുഭാഗത്ത് വലിയ മല കണ്ട ആണ് ജബല് കയറ്. അപ്പൊ ഏക്കരപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ജബല് കയറ് മക്കാമുശ് നരകത്തിലെ മല എന്ന് പറയുന്ന മലയാ. മക്കാ മുശ്രിക്കീങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ശത്രുക്കളെ സഹായിച്ച മലയാണ് ആ മല, ആണ് ജബല് കയറ്. ഏറ്റവും തൂക്കം കൂടിയ തൗബയും മായിസിന്റെ തൗബയാന്ന് പറയാൻ കാരണം മായിസുള്ളാഹിനെ എറിഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പാക്കിയതിനു ശേഷം ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബത്ത് ചോദിച്ചു, റസൂലേ അങ്ങൊരു വ്യഭിചാരിയുടെ ജനാസയാണോ നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാബ നിങ്ങളൊരു തുലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് തുലാസിന്റെ ഒരു തട്ടില് എന്റെ മായിസിന്റെ തൗബയും മറുതട്ടിൽ നിങ്ങൾ എന്റെ മൊത്തം ഉമ്മത്തിന്റെ തൗബയും വെച്ചാൽ എന്റെ മായിസിന്റെ തൗബക്കാണ് തൂക്കം കൂടുതൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എറിഞ്ഞു വന്ന സഹാബിന്റെ പേര് മായിസ്. കിണറും മസ്ജിദുൻ നൂർ എന്ന പ്രകാശിച്ച പള്ളിന്ന റസൂലുള്ളാഹി ഞങ്ങൾ മദീനയിൽ വരുന്നതിന് മുന്നേ ഹിജറ വന്ന ഹിജറ സംഘം ഇതുവഴിയായിരുന്നു പോയിരുന്നത്, ഇവിടെ തങ്ങിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലം മദീനയിൽ വന്നപ്പം ഓരോ പ്രദേശത്തും റസൂലുള്ളാഹി സ്വല്ലം ദഅവത്തിന് കൊണ്ട് ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് ദീനറിയാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരായ 2 സ്വഹാബത്തിന് രാത്രി ഇരുട്ടായപ്പം തിരിച്ചു പോകാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലം ഈ തുടർന്ന് ഇത് ഒരു കമ്പെടുത്ത് പൊട്ടിച്ചിട്ട് 2 ആളെ കയ്യിലും കൊടുത്തു. ആ 2 കമ്പും പ്രകാശിച്ചു. അതുകൊണ്ടാണ് മസ്ജിദുൻ നൂർ പ്രകാശിച്ച പള്ളി എന്ന് പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. അതിനുള്ള റസൂലുള്ളാഹി സ്വല്ലം ഉപയോഗിച്ചൊരു കിണറുണ്ട്. പോയിട്ട് വരാം.
സുബീസ്കരിച്ച പള്ളിയാ. ബനി ഹനീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു, ചെറുപ്പക്കാരനായ സ്വഹാബി തുൽഹത്ത് ബിൻ ബറ അൽ ബൽവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി. റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഈ സ്വഹാബിനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സ്വഹാബിന്റെ ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വന്നിട്ട് പറഞ്ഞു, റസൂലേ എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വരുന്നില്ല, ഞാൻ വധിക്കട്ടെ എന്ന് റസൂലുള്ളാഹിനോട് പോയി ചോദിച്ചത് ഈ സ്വഹാബിയ. ഈ സ്വഹാബി രോഗശയ്യയിലായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് സന്ദർശിക്കുകയും സന്ദർശിച്ചത് രാത്രിയാ. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു, ഞാൻ മരണപ്പെടുന്നത് രാത്രിയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിനോട് വിവരം അറിയിക്കരുത്. കാരണം വന്ന് വഴിയില്ലാതെ വലിയ പ്രയാസപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ടത്. വരുന്ന വഴിയിൽ ആരെങ്കിലും റസൂലുള്ളാഹിനെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്വഹാബിയുടെ രോഗവിവരം അന്വേഷിച്ചപ്പോൾ വന്ന റസൂലെ അവരിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരികയും ഈ സ്വഹാബിയുടെ ജനാസ നിസ്കരിക്കുകയും ഇവരെ തഅസിയത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ സലാനി കാണുന്ന പള്ളി മസ്ജിദ് ബനി ഹനീഫ് എന്നറിയപ്പെടുന്ന പള്ളിയാണ്. ബനി ഹനീഫ് ഗോത്രത്തിൽപ്പെട്ട ഗോത്രക്കാരനായവര് ഈ തുൽഹത്ത് ബിൻ ബറ അൽ ബൽവി എന്ന് പറയുന്ന പള്ളി. ഈ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ കൊണ്ട് മദർസയെ പഠിക്കും. അല്ലെ ഈ സ്വഹാബിയാണ് വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചത്, റസൂലേ എന്ത് പറഞ്ഞിട്ടും എൻ്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വരുന്നില്ല, എൻ്റെ ഉപ്പാനെ വധിക്കട്ടെ എന്ന് റസൂലുള്ളാഹിനോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. സൽമാൻ ഫാരിസി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹിനോട് പോയിട്ട് പറഞ്ഞു, റസൂലേ ഞാനൊരു ജൂതസ്ത്രീൻ്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ അടിമയാണ്, എന്നെ മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് മാനെ കൂട്ടിയിട്ട് തോട്ടത്തിൽ വന്നു. ഈ ജൂതസ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പം ജൂതസ്ത്രീ പറഞ്ഞു, മോചിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇത്ര തൂക്കം സ്വർണവും 300 ഈത്തപ്പന മരങ്ങൾ ഈ തോട്ടത്തിൽ നട്ട് മരങ്ങൾ വലുതായി കായ്ച്ച് വിളവെടുക്കുന്നത് വരെ ഇവിടെ ജോലിയാണെന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് മാനെ കൂട്ടിയിട്ട് തോട്ടത്തിൽ വരികയും ഈ ജൂതസ്ത്രീയുമായിട്ട് സംസാരിച്ചു. ജൂതസ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ജൂതസ്ത്രീ എന്ത് ചെയ്തു, 300 ഈത്തപ്പന മരങ്ങൾ നടാൻ പറഞ്ഞതാ. സൽമാൻ ഫാരിസിയോട് 300 കുഴികൾ കുഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, ഉടമ്പടിയിൽ ഒപ്പിടാൻ പറഞ്ഞു. സ്വഹാബത്തിനോട് ഈത്തപ്പന തൈകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഈത്തപ്പന തൈകൾ കൊണ്ടുവന്ന് നട്ടു. 6 മാസക്കാലം കൊണ്ട്, അതായത് കുറഞ്ഞ മാസമാണ്. അടുത്ത വിളവെടുപ്പിന്റെ കാലം വരില്ലേ, കുറഞ്ഞ മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത വിളവെടുക്കുകയും ചെയ്തു. സൽമാൻ ഫാരിസിനെ മോചിപ്പിച്ചു. പിന്നീട് ജൂതസ്ത്രീ ഇസ്ലാമിലേക്ക് വരികയും ഈ തോട്ടത്തിന്റെ ഒരു ഭാഗം സൽമാൻ ഫാരിസി അള്ളാഹിക്ക് ഹദിയ കൊടുക്കുകയും ചെയ്തു. തോട്ടാണിത്. എപ്പോഴും അങ്ങനെ തലമുറയായിട്ട് മാറി എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അടച്ചു നിന്നല തോട്ടം. കുപ്പി ഉണ്ട് അങ്ങനെ അടുത്തെല്ലാം? അല്ല, കുപ്പി പൈസ കൊടുത്ത് വാങ്ങുന്ന? കുപ്പി പൈസ കൊടുത്ത് വാങ്ങണ? അവിടെ ഒരു കുപ്പി അതാ, അത് വെള്ളം എടുക്കാനാ പോകുന്നത് കിണറ്റില്. എവിടെ? മദീനത്തേക്ക് അദ്ദേഹത്തിന് പോരുന്ന വഴിക്കലേ മറ്റേ എന്താണ് കിണറ് ശുദ്ധ വെള്ളം നല്ല അല്ലേന്നു. ബദറിലോട്ട് വരുന്ന? ആ അതെ അതെ. ബദർ വഴി വരുമ്പോ അല്ലേ? ആ അതെ അതെ. ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് പോയിട്ട്. ആ അതന്നെ. അത് 2 കിണറില്ലേ, ബീർ ഷിഫിയും ബീർ റാഹയല്ലേ? തങ്ങൾ സ്വർഗത്തിൽ സ്വപ്നത്തിൽ കണ്ട കിണറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ സ്വപ്നത്തിൽ ഒരു കിണർ കണ്ടിരുന്നു, ആ കണ്ട കിണർ ഇതാണ്, ഇത് എൻ്റെ കിണറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും വുളു എടുക്കുകയും കുടിച്ച ബാക്കി വെള്ളം ഈ കിണറിലേക്ക് ഒഴിക്കുകയും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ 7 തോൽപാത്രം വെള്ളം ഈ കിണറിൽ നിന്ന് എടുക്കണേ എന്ന് റസൂലുള്ളാഹിന്റെ വസിയത്താ. ഈ കിണറിലെ വെള്ളം എടുത്തിട്ടാണ് റസൂലുള്ളാഹിന്റെ ജനാസ കുളിപ്പിച്ചത്. പോയിട്ട് എല്ലാവരും കയ്യും മുഖാലും കൈ കുടിച്ച് ഓരോ കുപ്പി വെള്ളം എടുത്തിട്ട് പോരും. ഫോട്ടോ എടുത്തോ?
अच्छा वो देख लिया خلاص ما في ما കിണറ് അവിടെ കിണറാണ് ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് ഒരു തോടാ. ഞാൻ നേരത്തെ 4 തോടിനെ പറ്റി പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒരു തോടായിരുന്നു ഈ തോട്. വാദി റണ്ണൂനാന്ന് പറയുന്നത്. വലതുവശത്ത് നോക്കിയ ഒരു ഗ്ലാസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാ. ഇതിന്റെ ഉള്ളിൽ ഒരു കുണ്ടിലൊരു പള്ളിയുണ്ട്, ഒരു സഹാബിന്റെ വീടുമുണ്ട്. ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു കണ്ണ് കാണാത്തൊരു സഹാബിന്റെ വീടാണ്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ വലിയൊരു കുണ്ടാ. ഈ കുഴിയിലുണ്ട് ഒരു വീടും, ആ സഹാബിന്റെ വീടും പള്ളിയാണ്. കണ്ണ് കാണാത്ത സഹാബിയാണ്. ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു ബദർ യുദ്ധത്തിലും ഉഹദിലും ഖന്ദക്കിലൊക്കെ പങ്കെടുത്തൊരു സഹാബിയ. കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഈ സഹാബിക്ക് നിസ്കരിക്കണം. എന്ത് ചെയ്യണം? ഈ ജുമാ നിസ്കരിച്ച് ജുമാ പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിസ്കരിക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തോട് മുറിച്ച് കടക്കണം. തോടിൽ വെള്ളത്തിന്റെ കുത്തിരിക്കുണ്ടാകുമ്പോൾ മുറിച്ച് കടന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ജുമാ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിയോട് പോയിട്ട് പറഞ്ഞു, റസൂലെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലൊരു പള്ളി ഉണ്ടാക്കട്ടെ എന്ന് റസൂലുള്ളാഹിയോട് സമ്മതം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ഞങ്ങൾ സമ്മതം കൊടുക്കുകയും റസൂലുള്ളാഹിയോട് ചോദിച്ചു, അങ്ങ് വന്നിട്ട് നിസ്കരിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. പിറ്റേത്തെ ദിവസം മഗ്‌രിബിന് റസൂലുള്ളാഹി ഞങ്ങൾ പോയിട്ട് ചോദിച്ചു, ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? ആ സഹാബി ഒരു സാധനം കാണിച്ചു കൊടുത്തപ്പം ആ സ്ഥലത്താണ് പിന്നീട് സഹാബി പള്ളി ഉണ്ടാക്കി നിസ്കരിക്കുകയും ചെയ്തതെന്നാണ്. ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു ആ സഹാബിന്റെ വീടും പള്ളിയാണ്. വലതുഭാഗത്ത് ഇടതുഭാഗത്തുണ്ടായിരുന്നതാണ് മസ്ജിദ് ജുമാ. റസൂലുള്ളാഹി ആദ്യമായി മദീനയിൽ ജുമാ നിസ്കരിച്ച പള്ളി.